ജോർജ് സാറേ. ആരാ? എന്താ സാറേ, എൻ്റെ വണ്ടിയുടെ കാര്യം. വണ്ടിയാ? കേറിക്ക് പോരെ. ആ ഹലോ സാറേ, എനിക്ക് എൻ്റെ വണ്ടി വേണം സാറേ. വണ്ടിയാ? ഏത് വണ്ടി? അല്ല സാറേ, ബെന്നി സാറ് പിടിച്ച ആ വണ്ടി. ആ ആ, ആ, ആ. സാറേ, ആ വണ്ടി എൻ്റെ വയറ്റിപ്പഴമാണ്. അതില്ലാതെ ഞാൻ പോയില്ല സാറേ. എന്റെ പേരെന്താ? ഷൺമുഖൻ എന്നാ. സ്നേഹമുള്ള ഒരു ബെൻസിന്റെ വിളിക്കും. എടാ ബെൻസേ, ഗുണ്ടനാണോ? ഗുണ്ടയാണോ? ഇടിക്കോ? ഇല്ല സാർ. ഞാൻ രണ്ടെണ്ണം അടിച്ചാ കൊഞ്ച. സാറേ, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ വണ്ടി വേണം സാറേ. കരയാതെ എന്റെ അനിയ, വണ്ടിയൊക്കെ തരാം. ജോർജ് സാറിന് എന്ത് തരൂടാ? സാറിനോട് എൻ്റെ സ്നേഹം എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാക്കി തരണം സാർ. തീരുമാനം? എടാ ബെൻസേ, എനിക്കിഷ്ടം BMW ആണ്. എന്നിട്ട് ഞാൻ നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിക്കുന്നുണ്ടേലേ ഈ സ്റ്റേഷൻ ജോർജ് സാറിന്റെ ആടാ. സാറേ, എനിക്കൊന്നും വ്യക്തമാവുന്നില്ല. 36 കൊല്ലമായടാ ബെൻസേ. നിന്നെപ്പോലെ ഒരുപാട് പേര് ഇവിടുത്തെ സെല്ലിൽ കേട്ടി രഹസ്യമായും പരസ്യമായൊക്കെ ജോർജ് സാറ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റ് ഇല്ലടാ. സാറേ, ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പ്രതികരിക്കും. എടാ നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത്? എന്നെ? എടാ ഇത് എന്റെ കഥയാടാ. സാറേ, എന്നെ ഇതിലേക്കൊന്നും വലിച്ചേക്കരുത്. എനിക്കിതിനോടൊന്നും ഒരു താല്പര്യമില്ല. എന്നൊക്കെ എന്താടാ ബെൻസ് ഇവിടുത്തെ ആംബിയൻസ് ആണ്. എന്നാ പിന്നെ നമുക്ക് നിന്റെ കാറിൽ പോയാലോ? ഡാൻസിങ് കാർ. സാറേ, കാർ കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന സ്റ്റേഷൻ വന്ന സാറിനുള്ളതേ കുഴപ്പം. ബെന്നിക്കഴുകറി അവരാധിച്ചവനെ പറയിപ്പിക്കാതടാ. സാർ എന്തെങ്കിലും കളിക്കും. കാർ വിട്ടു കൊടുക്കാൻ വേണം. എനിക്ക് എൻ്റെ വണ്ടി കിട്ടിയേ പറ്റൂ. എടാ ശംഖുമുഖ, ഇത് ഈ ജോർജ് സാറ് നിനക്ക് വെച്ചൊരു കെണിയാടാ. രാജാവ് ഒരു കാര്യം തീരുമാനിച്ച ഭടന്മാരൊക്കെ കൂടെ നിൽക്കും. നീ എന്ത് ചെയ്യാൻ പോടാ ബെൻസേ? നിന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേക്ക് ഒറ്റ വീണ്ടും കാടി കയറിയത്.